Gift coupons. Kangaroo Sports gave a gift coupon worth 900 rupees to each of the contestants in the first 3 positions. ആദ്യത്തെ 3 പൊസിഷനിൽ വരുന്ന മത്സരാർത്ഥികൾക്ക് കങ്കാരു സ്പോർട്സ് ഒരു ഗിഫ്റ്റ് കൂപ്പൺ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വില എന്ന് പറയുന്നത് 900 റുപ്പീസ് മൂല്യമുള്ള ഗിഫ്റ്റ് കൂപ്പണാണ് കൊടുത്തിരിക്കുന്നത്. ഈച്ച് കുഡ് ചൂസ് 3 ഐറ്റംസ്. ഓരോരുത്തർക്കും എത്ര ഐറ്റംസ് വരെ ചൂസ് ചെയ്യാം? 3 ഐറ്റംസ് ചൂസ് ചെയ്യാം. വിച്ച് ഐറ്റംസ് വുഡ് ദേ ഹാവ് ചോസൺ? ഏതൊക്കെ ഐറ്റംസ് ആയിരിക്കും അവർ ചൂസ് ചെയ്തിട്ടുണ്ടായിരിക്കുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ചോട്ടിൽ നമുക്ക് ഐറ്റമും പ്രൈസും തന്നിട്ടുണ്ട്. ഇവിടെ നോക്കൂ, കണ്ടസ്റ്റൻസ് ആരൊക്കെ നമുക്ക് തന്നിട്ടുണ്ട് കേട്ടോ. ടൈഗർ, ക്രോ, ദെൻ ഡോൾഫിൻ. അപ്പോൾ ടൈഗർ നമ്മൾ നോക്കാം, ഏതൊക്കെ ഐറ്റംസ് നമുക്ക് സെലക്ട് ചെയ്യാം ടൈഗറിന് നോക്കാം. 900 റുപ്പീസ് വർത്ത് വരുന്ന 900 റുപ്പീസ് മൂല്യം വരുന്ന ഐറ്റംസാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ ക്രിക്കറ്റ് ബാറ്റ് എടുത്തു എന്ന് വിചാരിക്കുക. ക്രിക്കറ്റ് ബാറ്റിൻ്റെ പ്രൈസ് എത്രയാണ്? 750 അല്ലേ? ഇനി എത്ര രൂപ വരെ ഉള്ളത് വാങ്ങാം? മൊത്തം 900 റുപ്പീസാണ്. അപ്പോൾ 900 750 പോയാൽ എത്ര ബാക്കിയുണ്ട്? 150 അല്ലേ? അപ്പോൾ 150യുടെ ഐറ്റംസ് വാങ്ങാം. എത്ര ഐറ്റംസ് വാങ്ങാം? 3 ഐറ്റംസ് എന്ന് പറഞ്ഞു. ഇപ്പോൾ ക്രിക്കറ്റ് ബാറ്റ് എടുത്തപ്പോൾ ഇനി ബാക്കി ഈ 150 കൊണ്ട് നമുക്ക് 2 ഐറ്റംസ് വാങ്ങാം. ഏതൊക്കെ വാങ്ങാം നോക്കി നോക്കൂ. ചെസ് ബോർഡ് വാങ്ങാം അല്ലേ? 100ൻ്റെ ചെസ് ബോർഡും ഉണ്ട്, 50യുടെ ഒരു ക്രിക്കറ്റ് ബോളുണ്ട്. ഓക്കെ, അപ്പോൾ ക്രിക്കറ്റ് ബാറ്റ് 750 റുപ്പീസ്, ചെസ് ബോർഡ് 100, ക്രിക്കറ്റ് ബോൾ 50 റുപ്പീസ്. അപ്പോൾ അങ്ങനെ 900 റുപ്പീസ് വേർത്തുള്ള ഐറ്റംസ് ടൈഗർ വാങ്ങിയിരിക്കാം. ഇനി അടുത്തത് നോക്കൂ. ബാഡ്മിൻ്റൺ ബാറ്റ് 300 റുപ്പീസിൻ്റെ എടുത്തു എന്ന് വിചാരിക്കുക. ദെൻ ബാക്കി ഇനി 600 റുപ്പീസിൻ്റെ ഐറ്റംസ് വാങ്ങാമല്ലേ? 900ന് 300 പോയാൽ എത്രയാ? 600 അല്ലേ? ഒരു ഐറ്റം കഴിഞ്ഞു, നമ്മളൊന്ന് സെലക്ട് ചെയ്തു ബാഡ്മിൻ്റൺ ബാറ്റ്. ഇനി 600ന് നമ്മൾ 2 ഐറ്റംസ് വാങ്ങാം. അതേതൊക്കെയാണ് വാങ്ങാൻ പറ്റുക? ഷട്ടിൽ കോക്ക് 250 എടുത്തു വെച്ചാൽ ഇനി ബാക്കി 600ലേക്ക് എത്രയും കൂടിയുണ്ട്? 600ന് 200 പോയാൽ എത്രയാ? 400 അല്ലേ? 400ന്ന് ഒരു 50 പോയാൽ എത്രയാണ് വരിക? 350. അപ്പോൾ എന്താ വരിക? വോളിബോൾ എടുത്തോടെ. അപ്പോൾ ഏതൊക്കെ എടുക്കാം? ബാഡ്മിൻ്റൺ ബാറ്റ് 300, ഷട്ടിൽ കോക്ക് 250, വോളിബോൾ 350. ഇനി അടുത്തത് നോക്കാം അല്ലേ? ഫുട്ബോൾ 650 റുപ്പീസിൻ്റെ എടുത്തു എന്ന് വിചാരിക്കുക. ഇനി ബാക്കി എത്ര ഉണ്ട്? 900ന് 650 പോയാൽ എത്രയാ? 900ന് 600 പോയാൽ 300, 300ന് ഒരു 50 പോയാൽ 250 അല്ലേ? ഇനി 250ക്ക് എത്ര ഐറ്റംസ് വാങ്ങണം? 2 ഐറ്റംസ്. അപ്പോൾ ഒരു ജേഴ്സി 200ൻ്റെ ഒരു ജേഴ്സിയും ക്രിക്കറ്റ് ബോൾ ഒരു 50 റുപ്പീസിൻ്റെ വാങ്ങാമല്ലോ. അപ്പോൾ അങ്ങനെയാവാം കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ്? ഫുട്ബോൾ 650, ജേഴ്സി 200, ക്രിക്കറ്റ് ബോൾ 50. ക്ലിയർ ആയില്ലേ? നെക്സ്റ്റ്, ചിൽഡ്രൻസ് കോൺടെസ്റ്റ്. മിറ്റു റാബിറ്റ് ഈസ് പ്രിപ്പയറിംഗ് ചെസ് നമ്പേഴ്സ് ഫോർ ദ ചിൽഡ്രൻസ് കോൺടെസ്റ്റ്. കുട്ടികളുടെ മത്സരത്തിന് വേണ്ടിയിട്ട് മിറ്റു റാബിറ്റ് ചെസ് നമ്പേഴ്സ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. Chess numbers from 10 to 20 are made for 100-meter race. How many cards are there? അതായത് 100 മീറ്റർ ഓട്ട മത്സരത്തിന് വേണ്ടിയിട്ട് 10 മുതൽ 20 വരെയുള്ള ചെസ് നമ്പേഴ്സാണ് ഉണ്ടാക്കിയത്. അപ്പോൾ എത്ര കാർഡ്സ് ഉണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ 10 to 20 ആണ് അല്ലേ? 10ഉം കൂടിയും ഇൻക്ലൂഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് 1 to 20 വരെ എത്ര നമ്പേഴ്സാണ്? 1 to 20 വരെ എത്ര നമ്പേഴ്സാണ്? 20 നമ്പേഴ്സ് അല്ലേ? അതിലെ 9 വരെ ഇൻക്ലൂഡ് ചെയ്യണ്ട, 10 മുതലേ വേണ്ടുള്ളൂ. അപ്പോൾ എത്ര നമ്പേഴ്സ് കുറയ്ക്കണം? 20ൽ നിന്ന് 9 കുറച്ച് നോക്കൂ. അപ്പോൾ എത്രയാണ് വരിക? 11 അല്ലേ? അപ്പോൾ 11 ആണ് ആൻസർ. ക്ലിയർ ആയല്ലോ? അടുത്തത് നോക്കൂ. നമ്പേഴ്സ് ഫ്രം 30 to 50 ആർ made for the swimming contest. How many are given the cards? അതായത് 30 മുതൽ 50 വരെയുള്ള നമ്പേഴ്സാണ് നീന്തൽ മത്സരത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയത്. എത്ര പേർക്കാണ് ഈ കാർഡ്സ് കൊടുത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 30 മുതൽ 50 വരെയുള്ള നമ്പേഴ്സാണല്ലേ എത്ര ഉണ്ടെന്ന് അറിയേണ്ടത്.
നമ്മൾ ഫസ്റ്റ് 1 to 50 വരെ എത്ര നമ്പേഴ്സാണെന്ന് നമുക്ക് എളുപ്പത്തിൽ അറിയാമല്ലോ. എത്രയാണ്? 50 നമ്പേഴ്സാണ്. അപ്പോൾ ഇനി ബാക്കി 30 മുതലല്ലേ കാണുള്ളൂ. അപ്പോൾ 29 നമ്പേഴ്സ് നമ്മൾ എന്ത് ചെയ്യുക? ഈ 50 നിന്ന് 29 കുറയ്ക്കുക. അപ്പോൾ എത്രയാണ് വരിക? 50 നിന്ന് 20 പോയാൽ എത്രയാണ്? 30. 30 നിന്ന് ഒരു 9 പോയാൽ എത്രയാണ് വരിക? 21. ഇനി അടുത്തത് നോക്കൂ. നമ്പേഴ്സ് ഫ്രം 60 to 100 ആർ ഫോർ ഗൂസ്ബെറി ഗ്യാതറിംഗ്. ഹൗ മെനി കാർഡ്സ് ആർ നീഡഡ് ഫോർ ദീസ് ഇവൻറ്റ്? നെല്ലിക്ക ശേഖരിക്കുന്നതിന് വേണ്ടിയിട്ട് 60 മുതൽ 100 വരെയുള്ള നമ്പേഴ്സാണ്. അപ്പോൾ എത്ര കാർഡ്സ് വേണം ഈ ഇവൻറ്റിന് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ ചെയ്യാമല്ലോ. 60 മുതൽ 100 വരെയാണ് വേണ്ടത്. നമ്മൾ ഫസ്റ്റ് 1 മുതൽ 100 വരെ നമുക്ക് എത്ര നമ്പേഴ്സാണെന്ന് അറിയാം. എത്രയാണ്? 100 നമ്പേഴ്സാണ്. ഇത് ചോദിച്ചു എവിടെ നിന്ന് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? 60 മുതലല്ലേ. 59 നമ്പേഴ്സ് എന്ത് ചെയ്യുക? ഈ 100 നിന്ന് കുറയ്ക്കുക. ഓക്കെ, അപ്പോൾ 59 കുറച്ച് എത്ര വരിക? 100 നിന്ന് 50 പോയാൽ 50. 50 നിന്ന് ഒരു 9 പോയാൽ എത്രയാണ്? 41. 41 ആണ് ആൻസർ വരിക. ഹൗ മെനി 2 ഡിജിറ്റ് നമ്പേഴ്സ് ആർ ദർ ഇൻ ഓൾ? ടോട്ടലായിട്ട് എത്ര 2 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം 2 ഡിജിറ്റ് നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത് 10 തൊട്ടിട്ടല്ലേ. 9 വരെയും 1 ഡിജിറ്റ് നമ്പറാണ്. 10 തൊട്ടിട്ടാണ് 2 ഡിജിറ്റ് നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ഏത് വരെ ഉണ്ട്? 99 വരെ അല്ലേ. 99 കഴിഞ്ഞാൽ പിന്നെ വരുന്നത് 100 ആണ്. അത് 3 ഡിജിറ്റ് ആയല്ലേ. അപ്പോൾ 2 ഡിജിറ്റ് നമ്പറിലെ ഹയസ്റ്റ് 2 ഡിജിറ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ 99 ആണ്. സ്മോളസ്റ്റ് 2 ഡിജിറ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ 10 ആണ്. അതറിയാലോ. അപ്പോൾ നമ്മൾ എത്ര 2 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ട് എന്ന് കാണാൻ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക? 1 തൊട്ടിട്ട് 99 വരെ എത്ര നമ്പേഴ്സ് ഉണ്ട്? 99 വരെ അല്ലേ ഉള്ളൂ 2 ഡിജിറ്റ് നമ്പർ. അപ്പോൾ 1 മുതൽ 99 വരെ എത്ര നമ്പേഴ്സാണ്? എത്ര നമ്പേഴ്സാണ്? 99 നമ്പേഴ്സ് അല്ലേ അല്ലേ. അപ്പോൾ അതിൽ നിന്ന് 9 വരെയും നമ്മൾ 1 മുതൽ അല്ലേ സ്റ്റാർട്ട് ചെയ്തത്. 1 മുതൽ 99 വരെ 99 നമ്പേഴ്സാണ്. അതിൽ 10 തൊട്ടിട്ടാണ് 2 ഡിജിറ്റ് നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. 9ഉം എന്താണ്? 1 ഡിജിറ്റ് നമ്പറാണ്. അപ്പോൾ എന്ത് ചെയ്യുക? ഈ 99ൽ നിന്ന് 9 കുറയ്ക്കുക. അപ്പോൾ എത്രയാണ് വരിക? 90 അല്ലേ. അപ്പോൾ അതാണ് ആൻസർ. അപ്പോൾ എത്ര 2 ഡിജിറ്റ് നമ്പറാണ്? 90. ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. എൻ്റെ ക്ലാസ്സസ് ഇഷ്ടമാവുന്നവർ ലൈക്ക് അടിക്കാൻ മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യും കൂടി ഒന്ന് വേണേ. ഓക്കെ, താങ്ക് യു.